മഴക്കെടുതിക്കൊപ്പം കാട്ടാനകൾ സൃഷ്ടിക്കുന്ന കടുത്ത പ്രതിസന്ധിയിലുമാണ് ഇടുക്കി കോവിൽമലയിലെ കർഷകർ. രാത്രികാലങ്ങളിൽ തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. 2 പിടിയാനയും ഒരു കുട്ടിയാനയും അടങ്ങുന്ന കൂട്ടമാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. കോവിൽമലയ്ക്കടുത്തുള്ള തുളസിപ്പടിയിലെ കർഷകരുടെ വിളകളാണ് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിച്ചാലും പിന്നെയും തിരികെ എത്തും. പ്ലാവിൽ നിന്ന് ചക്കകൾ പറിച്ചു തിന്നും, വാഴകൾ വ്യാപകമായി ഒടിച്ചു തിന്നും, ഏലച്ചെടികൾ ചവിട്ടി ഒടിച്ചും കൃഷിയിടമാകെ നശിപ്പിച്ചു. മൂന്നാന വന്നിട്ട് കരോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ പറമ്പും ഈ രാജചേട്ടൻ്റെ പറമ്പും കരോട്ട ജോണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പുണ്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറത്തെ 4 പറമ്പാണ് മൊത്തം നശിപ്പിച്ചതാണ്. എനിക്കിപ്പോൾ 65 വയസ്സായവനാണ്. ആരുടെ ആശ്രയം ഇല്ലാതുകൊണ്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്ന് ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഈ പണിയുന്നത്. സർക്കാർ ഒന്നിൽ ആനേനെ എവിടെയെങ്കിലും ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുക, പണ്ട് അരിക്കൊമ്പനെ കൊണ്ടുവിടുക. അതും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ഗോപിനെല്ലാം വെടിവെച്ച് കൊന്നു കളയുക. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള തേക്ക് പ്ലാന്റേഷനിൽ നിന്നാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ പറഞ്ഞ ഇതിന് അത്യാവശ്യമായിട്ട് ആ ട്രെഞ്ച് കോരാനുള്ള ഒരു നടപടിയെങ്കിലും ഉണ്ടാകണം. കുറച്ചെടുത്ത് മാറി പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിച്ച് മാറ്റിയാൽ അത്യാവശ്യം നിലനിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് തീറ്റി കണ്ട കാരണം അത് നാളെയും വരുമെന്നേ. നാളെ നല്ല ഇന്ന് രാത്രിക്കും വരും. എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കൃഷിക്കാർ മുഴുവൻ നഷ്ടത്തിലായി പോകും. അമിതമായ ബാധ്യത എടുത്തു വെച്ചാൽ ഇതൊക്കെ ചെയ്താക്കുന്നേ. കാട്ടാന എത്തുന്നത് തടയാൻ സ്ഥലത്ത് വനം വകുപ്പ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ആനകൾ വനത്തിൽ തന്നെ തുടരാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി.